ശാലിനി ഇവിടെ ഉള്ള എന്തുകൊണ്ടും നന്നായി. പക്ഷെ കാർത്തിക അവളെ ഇവിടുന്ന് ഒഴിവാക്കണം. വിഷ്ണു അവളും തമ്മിൽ അത്ര രസത്തിലൊന്നും അല്ല. നമ്മുടെയൊക്കെ മുമ്പിലെ ഒരു അഭിനയം. എനിക്കങ്ങനെയാ മനസ്സിലാവുന്നത്. എന്നാലും വച്ചാ ഇത് എത്ര സമയം എന്ന് വെച്ചാ? 4 ആളെ കുട്ടി കല്യാണം ഉറപ്പിച്ചിരിക്കുകയല്ലേ സത്യമ്മ. ഇനി അതും കൂടി കഴിഞ്ഞാ പിന്നെ എല്ലാം കഴിഞ്ഞില്ലേ? ഗോപാലകൃഷ്ണ, എടുത്തു ചാടിയൊന്നും പറയരുത്. 2 പെൺകുട്ടികളുടെ ജീവിതം ഈ നാവൊന്ന് പിഴച്ചാ പോകുന്നത്. പറയാതിരുന്നാലാ കുറുപ്പ് സാറേ അവര് പെരുവഴിയിലാവാൻ പോകുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ ഞങ്ങളുടെ മക്കൾക്ക് വരരുത്. ഈശ്വര, ഇവരെന്ത് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. ഇനി മറ്റൊരു വഴി എന്താന്ന് വെച്ചാ, ശാരദാമ്മയൊക്കെ അല്ല വരുന്നത്. എന്താ രാഘവനാരെ, മകന്റെ 2ാം കല്യാണ ചർച്ച നടക്കുകയാണോ ഇവിടെ? ഗോപാലകൃഷ്ണ, ഇങ്ങോട്ട് കയറി വാ. നമുക്കിവിടെ അകത്തിരുന്ന് സംസാരിക്കാം. ഇരിക്കാമെന്ന അല്ല രാഘവനാരെ. അല്ല, ഇനിയിപ്പോ കയറി ഇരുന്നാ തന്നെ സത്യഭാമ എണീക്കാൻ പറഞ്ഞാ അത് തടയാൻ പറ്റുമോ നിങ്ങക്ക്? എന്താ അമ്മേ, എന്താ അച്ഛാ, ഇതെന്താ പെട്ടെന്ന് എല്ലാവരും കൂടി? നിന്റെ അമ്മ വന്ന് നിന്റെ ഭർത്താവിന്റെ 2ാം കല്യാണം നടക്കാൻ പോവാണെന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഒന്ന് സംസാരിക്കാന്ന് കരുതി വന്നതാ. അമ്മ, ഒരു ബന്ധം നിലനിൽക്കെ അത് മറന്ന് നാട്ടുമര്യാദ ലംഘിച്ചൊരു കല്യാണം നടത്തുന്നത് ശരിയല്ലല്ലോ. അതെ, അങ്ങനെ ഒരു മര്യാദകേട് നടക്കുന്നെങ്കിൽ അത് അറിയണമല്ലോ. എന്താ അമ്മ ഇതൊക്കെ? ഞാൻ പറഞ്ഞതല്ലേ നമ്മളായിട്ടൊരു വഴക്കും ബഹളം ഉണ്ടാക്കരുതെന്ന്. മോളെ, അച്ഛന്റെ നിർബന്ധ. എന്താ അച്ഛാ? പക്ഷെ ഞങ്ങള് വഴക്കും ബഹളമൊന്നും ഉണ്ടാക്കാൻ വന്നതല്ല. ശാലിനി, കാര്യങ്ങൾ അറിയുമ്പോ ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് കാര്യങ്ങൾ തിരക്കില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം പിന്നീട് വരരുതല്ലോ. അല്ലെങ്കിൽ തന്നെ നമ്മളെന്തിനാ പേടിക്കുന്നത്? ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ ഏത് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ നിന്ന് വേണമെങ്കിലും സംസാരിക്കാം. അല്ലെങ്കിലും ന്യായമായിട്ടുള്ള കാര്യം പറയാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാരണം ഇത് നിന്റെ ജീവിതമാണ്. നിന്നെ ഇരുട്ടിലാക്കുന്ന ഒരു കാര്യത്തിന് ഞങ്ങൾക്ക് കൂട്ടു നിൽക്കാനാവില്ല. എവിടെ അവര്? വിളിക്ക്. സത്യാമ്മേ, ഒന്ന് ഇറങ്ങി വരണം. ഞങ്ങൾ കുറച്ചുപേര് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പ്ലീസ് സത്യാമ്മേ, സത്യാമ്മേ, ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരൂ സത്യാമ്മേ. ഇതെന്താ എല്ലാവരും കൂടി? ഒരു മീറ്റിങ്ങിനുള്ള ആളുണ്ടല്ലോ. പിള്ളേ, പറ, കേൾക്കട്ടെ, എന്താണ് അജണ്ട? ഞങ്ങൾ വന്നത് ന്യായമായ ചില കാര്യങ്ങൾ അറിയാനാ.
ഗോപാലകൃഷ്ണ, ഇതേ സത്യഭാമയുടെ വീടാ. ഇവിടെ അന്യായമായിട്ട് ഒന്നും നടക്കുന്നതായിട്ട് നാട്ടിൽ ഒരാളും പറയില്ല. വേലി തന്നെ വിളവ് തന്നെയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. എടാ വാദിയാരെ, തത്തും പറച്ചിലൊക്കെ അങ്ങ് പള്ളിക്കൂടത്തിൽ പിള്ളേരുടെ അടുത്ത് മതി. സത്യഭാമയുടെ മുന്നിൽ വേണ്ട. ഭാമേ, അവർക്ക് പറയാനുള്ള ശാന്തമായി കേട്ടിട്ട് നീ ഒരു വിധി പറ. അതിലെന്റെ ശരി. ഞങ്ങള് വഴക്കിനും വയ്യാവേലിക്കും ഒന്നും വന്നവരല്ല. വിഷ്ണുവിന്റെ കല്യാണം ഉറപ്പിച്ചു എന്നറിഞ്ഞു. ശാലിനി ഇവിടെ ഉള്ളപ്പോ അത് ശരിയല്ലല്ലോ സത്യാമ്മേ. അതിനാണോ മുണ്ടും മുറുക്കി എടുത്ത് വന്നത്? എന്തായാലും വന്ന് ചോദിച്ചോണ്ട് പറയാം. ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണായി നിൽക്കുന്നത്. പേര് കാർത്തിക. അതങ്ങനെ ശരിയാവും? ശാലിനിയല്ലേ വിഷ്ണുവിന്റെ ഭാര്യ? ഈ താലി ഇവളുടെ കഴുത്തി കിടക്കുന്നിടത്തോളം കാലം ഇവനെങ്ങനെ മറ്റൊരു വിവാഹം കഴിക്കുന്നേ? ശാലിനിക്ക് വിഷ്ണുവിന്റെ ഭാര്യയായി ജീവിക്കാൻ കഴിയാത്തതുകൊണ്ടാ ഇവന് കാർത്തികയെ വിവാഹം കഴിക്കേണ്ടതായിട്ട് വന്നത്. ഇവൻ കെട്ടിയ താലിയ ഇവളുടെ കഴുത്തിലും കിടക്കുന്നത്. കാർത്തികയെ വിവാഹം ചെയ്തു എന്ന് പറയേണ്ടത് വിഷ്ണുവേട്ടനാ. വിഷ്ണുവേട്ടൻ പറയട്ടെ യഥാർത്ഥ സത്യം എന്താണെന്ന്. പറഞ്ഞു കൊടുക്കട അങ്ങോട്ട്. ശല്യങ്ങൾ മുറ്റത്തൊന്നും പോട്ടെ. വിഷ്ണുവേട്ടാ പറയേ, എന്താ നടന്നെന്ന് വെച്ച പറയേ. സത്യങ്ങൾ ഇനിയെങ്കിലും എല്ലാവരും ഒന്ന് അറിയട്ടെ. വിഷ്ണുവേട്ടാ പറയേ. നോക്ക്, ഇതുപോലൊരു സാഹചര്യം ഇനി നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഒന്ന് പറ വിഷ്ണുവേട്ടാ, എന്താ സംഭവിച്ചേ? വിഷ്ണുവേട്ടാ. അല്ല, പറയേണ്ടത് ഞാൻ പറഞ്ഞാ മതിയോ? നീ ഇവനെ ഇട്ടേച്ചു പോയിട്ട് വല്ലവന്റെ കൊച്ചിനെയും എളിയി തിരികെ വന്നതുപോലെയല്ല കാർത്തിക വിഷ്ണുവിന്റെ ജീവിതത്തിലേക്ക് വന്നത്. ഇവൻ അവളെ ഇഷ്ടപ്പെട്ട് ജീവിതത്തിലേക്ക് കൂട്ടിയതാ. അവളെ തള്ളിപ്പറയാൻ അതുകൊണ്ട് തന്നെ ഇവനാവില്ല. നടക്കില്ല സത്യാമ്മേ. എന്റെ മകളുടെ ജീവിതം തകർത്തോട്ട് അവളെ ഇവിടെ താമസിപ്പിക്കാനും ഒരു കല്യാണം നടത്താനും ഞങ്ങൾ സമ്മതിക്കില്ല. വിഷ്ണുവേട്ടാ പ്ലീസ്. അവളെ ഇവിടെ ഇറക്കി വിടണം. എന്റെ മകൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആ സ്ഥാനത്തേക്ക് മറ്റൊരു പെണ്ണ് വരുന്നത് ഞാൻ സമ്മതിക്കില്ല. അതെ, ഒരൽപ്പം മര്യാദ കാണിച്ചു എന്ന് വെച്ച് എന്റെ മുറ്റത്ത് കിടന്ന് കവലച്ചട്ടം വിത്തരം കാണിക്കാനാണ് ഭാവമെങ്കിൽ ഈ സത്യഭാമ ആരാണെന്നും എന്താണെന്നും താൻ അറിയും. എന്തറിയാൻ? നിങ്ങൾ ആരാന്ന നിങ്ങളുടെ വിചാരം? ഇവിടെന്താ പോലീസും കോടതി ഇല്ലെന്നാണ് നിങ്ങളുടെ വിചാരം? വരട്ടെ ഗോപാലകൃഷ്ണ, പോലീസ് വരട്ടെ. വേണമെങ്കിൽ കോടതിയിലും കയറാം. പക്ഷേ ആദ്യം മറുപടി പറയേണ്ടി വരുന്നത് നിങ്ങളുടെ ഈ മകളായിരിക്കും. പറയട്ടെ ഇവള്. നിങ്ങളുടെ വീട്ടിൽ വളരുന്ന കുട്ടിയെ ഇവളുടെ മകളുടെ അച്ഛൻ ആരാണെന്ന് പറയട്ടെ ഇവള്. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങൾ. ഈ ഒരു ചോദ്യത്തിന് ഉത്തരവുണ്ടോ ഈ നിൽക്കുന്ന ആരുടെയെങ്കിലും കയ്യിൽ? ഉത്തരവുണ്ട്. ഗോപാലേട്ട,
ശാലിനി പറ, സത്യം എന്താണെന്ന് പറ. പറയടി, നിന്റെ കയ്യിലുണ്ടോ ഉത്തരം? ശാലിനി പറ. കണ്ടില്ലേ, അവളുടെ നാവ് ഇറങ്ങിപ്പോയി. വിളിച്ചു വരുത്തിയിരിക്കുന്നു ബന്ധുക്കളെ, നാട്ടുകാരെ. കാർത്തികേ, എടുത്തോണ്ട് വാ ഇവളുടെ ബാഗ്. ഈ പ്രശ്നത്തിന് ഇപ്പൊ ഒരു പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാം. പറ ശാലിനി പറ. എന്താ ഇത്? എന്താ നിന്റെ ഉദ്ദേശം? രാഘവേട്ടൻ കണ്ടോ? ഗോപാലകൃഷ്ണ, സ്വന്തം മകളുടെ കാര്യത്തിൽ ഇത്രയും ഉത്തരവാദിത്തമുള്ള ഒരു അച്ഛൻ എന്ന നിലയിൽ ഗോപാലകൃഷ്ണനെ ഞാൻ അഭിനന്ദിക്കുന്നു. കാർത്തികയെ മരുമകളായി എനിക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്റെ മകനെ വിശ്വസിച്ച് അവന്റെ കൂടെ ഇറങ്ങി തിരിച്ചവളാ അവള്. സത്യമേ, ദാ നിന്റെ ബാഗ്. കൊണ്ടുവന്നതെല്ലാം അതേപോലെ ഉണ്ടോന്ന് എണ്ണി തിട്ടപ്പെടുത്തി. ദേ, ആ മുറ്റത്ത് നിൽക്കുന്നവരെയും വിളിച്ചോണ്ട് പോ. നീ എന്തൊക്കെ കാണിക്കുന്നേ? സത്യമേ, ഒന്നുകൂടി ആലോചിച്ചിട്ട്. ദാ, നീ മിണ്ടരുത്. നീയായിട്ട് ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാ ഇതല്ല. അത് ഇനി വേണമെങ്കിൽ നിനക്കും ഇറങ്ങാം ഈ വീട്ടിൽ നിന്ന്. ഇനി ഇവരിവിടെ നിന്ന് നാവാടിയാ ഞാൻ എന്തൊക്കെയാ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് ഇറങ്ങണി എന്റെ വീട്ടിൽ നിന്ന്. എന്താടി നോക്കി നിൽക്കുന്നേ? ഇറങ്ങടി ഇങ്ങോട്ടെ. എടി ഇറങ്ങണേ. എടി വാ ഇവിടെ. എടി ഇറങ്ങാൻ. ശാലിനി പിള്ളേ, ഈ ബാഗ് എടുത്ത് കൊണ്ടുവാ. വാ ഇവിടെ. ഇറങ്ങടി അങ്ങോട്ട്. ഗോപാലകൃഷ്ണ, വിളിച്ചോണ്ട് പോയിക്കോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലീസ് ഇങ്ങോട്ടിപ്പോ വരും. അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വിയർക്കേണ്ടി വരും നിങ്ങളുടെ ഈ കളക്ടർ മോൾക്ക്. പിള്ളേ, ഗോപാലേട്ടാ, നമുക്കിപ്പോ പോവാം. സമാധാനമായിട്ട് ഒന്നുകൂടെ ആലോചിച്ചിട്ട്. വാ മോളെ. ഈശ്വര, പപ്പി മാറ. എടി ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. കാർത്തികേ, പിടിച്ചു മാറ്റവളെ. പപ്പി ഇങ്ങ് വാ. ഇങ്ങ് വാ പപ്പി. സത്യമ്മ പറഞ്ഞത് കേട്ടില്ലേ? വാ, വരാനാ പറഞ്ഞേ. പിടി വിട്. വാ ഇവിടെ. വാ.
ഇങ്ങോട്ട് വര. സത്യമേ, എന്നെ കൈ കടിച്ചു. ചേച്ചിയമ്മയോട് പോലെന്ന് പറ. പപ്പിമോളെ ഇട്ടേച്ച് പോലെ ചേച്ചിയമ്മേ. അഹങ്കാരി, അത്രയ്ക്കായി ഇവിടെ നിനക്ക്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് പാടി പറയാനല്ലേ പറഞ്ഞത്. ഇങ്ങോട്ട് വരാൻ ഒരു ചേച്ചിയമ്മ. ഇങ്ങോട്ട് വരാൻ സത്യം പാടി ഇങ്ങോട്ട് വിളിച്ചിട്ട് പോടാ ഇവിടെ. സത്യാമേ, ഇതുകൊണ്ടൊന്നും തീർന്നു എന്ന് കരുതണ്ട. എന്റെ ശവത്തി ചവിട്ടിയാൽ നിങ്ങൾക്ക് എന്റെ കല്യാണം നടത്താൻ പറ്റൂ. വേണ്ടി വന്ന ഞാൻ അതും അങ്ങ് ചെയ്യും. അതിനെനിക്ക് ഒരാൾ മതി എന്റെ കൂടെ. എന്റെ മകൻ വിഷ്ണു. സത്യാമേ, ഞാൻ ഗോപാലേട്ട മതി, വാ നമുക്ക് പോവാം. പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ ഗോപാലകൃഷ്ണ. ബാക്കി നമുക്ക് ആലോചിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്യാം. വാ. വാ മോളെ. ഇണ്ടാതിരിക്കടി ചേച്ചിയമ്മ. അതെ, ഒന്ന് നിന്നേ. ദേ, ആ പെട്ടിയും കൂടി എടുത്തോണ്ട് പോ. മിണ്ടരുത് നീ. വീട്ടെടുത്ത് അവിടെ ഒരു ചേച്ചിയമ്മ പാടിക്കൂടെ. സുഹൃതക്ഷയം അല്ലാതെന്താ പറയാ. നോക്ക്, ഇതുപോലൊരു സാഹചര്യം ഇനി നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഒന്ന് പറ വിഷ്ണുവേട്ടാ, എന്താ സംഭവിച്ചേ? ഭഗവാനെ, മാപ്പ്. എനിക്ക് ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല. എനിക്കൊന്നും പറയാനും സാധിക്കുന്നില്ല. അധിക നാളെ ഈ കള്ളത്തരങ്ങൾ നീട്ടിക്കൊണ്ടു പോവാതെ എന്റെ ശാലിനി എന്നിലേക്ക് എത്തിക്കണേ. ശാലിനിയില്ലാതെ വിഷ്ണുവില്ല.
മോനെ വിഷ്ണു വിഷ്ണു അച്ഛാ വിഷ്ണു